الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ധാരാളം നന്മകൾ ചെയ്ത് നല്ല മനുഷ്യരായി തഖ്വയോടുകൂടെ ജീവിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ച, പ്രത്യേകിച്ച് വയനാടെന്ന് പറയുന്ന ആ ഭൂപ്രദേശത്ത് താമസിച്ചു വന്നിരുന്ന ആളുകളെ ആകെ ദുരിതത്തിലാക്കിയിട്ടുള്ള ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത്. വളരെ വേദനകളും വേർപാടുകളും അതിൻ്റെയൊക്കെ നിലക്കാത്ത രോദനങ്ങളായിരുന്നു നമ്മൾ ഇന്നലെയും അതുപോലെ ഇന്നും മിനിഞ്ഞാന്നുമൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അവിടുത്തെ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയം തകർന്നു പോകുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ്. ഇനിയും ദിവസങ്ങൾ പിന്നിട്ടു, ഇനിയും ആ ദുരന്തത്തിൻ്റെ ആഴവും പരപ്പും അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ എത്രത്തോളം അപകടം വിതച്ചു എന്ന് കൃത്യമായി തറപ്പിച്ച് പറയാൻ കഴിയാത്തത്രവണ്ണം വലിയ ഒരു ദുരന്തമാണ്, ഒരു മഹാദുരന്തമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ചലനമറ്റ മനുഷ്യൻ്റെ ചെഞ്ചോര കൊണ്ട് ഒഴുകുന്ന പുഴകൾ, അതാണല്ലോ നമ്മളവിടെ കണ്ടത്. യുദ്ധഭൂമിയിൽ എന്ന പോലെ മനുഷ്യൻ്റെ അവയവങ്ങൾ ചിതറിക്കിടക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. രാത്രിയിലെ ഭക്ഷണം കഴിച്ച് സുഖമായി കുടുംബത്തിൻ്റെ കൂടെ, കുട്ടികളുടെ കൂടെ അങ്ങനെ നല്ല രീതിയിൽ കിടന്നുറങ്ങിയിട്ടുള്ള ആ മനുഷ്യരെ
ദുരന്തങ്ങൾ മണിക്കൂറുകൾക്കകം വേട്ടയാടുകയുണ്ടായി. മൃതദേഹങ്ങൾ പുഴയിലൂടെ മണിക്കൂറുകൾ, കിലോമീറ്ററുകൾ ഒലിച്ചു വന്നു എന്നുള്ളതാണ്. അതിശക്തമായിട്ടുള്ള മലവെള്ളപ്പാച്ചിലിൽ എന്തെല്ലാം വസ്തുക്കളാണ്, വാഹനങ്ങളുണ്ട്, മരക്കമ്പുകളുണ്ട്, മരങ്ങളുണ്ട്, ചളിയും ചപ്പുചവറുകളും. അതാ അതിനിടക്ക് എത്രയോ മൃതദേഹങ്ങൾ മാത്രമല്ല, കയ്യ്, കാല്, മനുഷ്യന്റെ ആന്തരിക അവയവങ്ങൾ പോലും അങ്ങനെ കിടക്കുന്ന വളരെ ദുഃഖപൂരിതമായിട്ടുള്ള രംഗങ്ങളാണ് നമ്മൾ കണ്ടത്. രാത്രിയിൽ ഒന്നും നനക്കാതെ, ഇങ്ങനെയുള്ളൊരു അപകടത്തെക്കുറിച്ച് മണക്കാതെ അറിയാതെ കടന്നുറങ്ങിയിട്ടുള്ള ആ സഹോദരങ്ങൾ, എന്തിനേറെ പിഞ്ചുമക്കൾ പോലും ആ ദുരന്തത്തിൽ പെട്ടു. നമുക്കറിയാം, നമ്മൾ കണ്ടു ചില കുട്ടികളുടെയൊക്കെ ജഡങ്ങള്, മയ്യത്തുകള്, അത് പുഴയിലൂടെ ഒലിച്ചു വന്ന് കമ്പുകൾക്കും ചെളികൾക്കും ഇടയിൽ കിടക്കുന്ന ആ ഒരു രംഗം. ആ കുട്ടികളുടെ അവസ്ഥ എന്തായിരുന്നു? ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീടുകളിൽ കുഞ്ഞുങ്ങളുണ്ടല്ലോ, പൂമ്പാറ്റകളെപ്പോലെ ഓടി നടക്കുന്ന കുഞ്ഞുമക്കൾ. അവര് മാതാപിതാക്കളില്ലാതെ, സഹോദരി സഹോദരങ്ങളില്ലാതെ, ഉറ്റവരില്ലാതെ, ഉടയവരില്ലാതെ അങ്ങ് വയനാട്ടിൽ നിന്ന്, അവരുടെ വീടുകളിൽ നിന്ന്, കിടക്കപ്പായയിൽ നിന്ന് വെള്ളത്തിൽ അങ്ങനെ മരിച്ച് ഒലിച്ച്, മലപ്പുറം ജില്ലയുടെ പോത്തുകൽ, അതുപോലെ തന്നെ ചില മൃതദേഹങ്ങൾ കിട്ടിയിട്ടുള്ളത് വാഴക്കാട് വെച്ചാ എന്ന് പറഞ്ഞാൽ 70-80 ഒക്കെ കിലോമീറ്റർ പുഴകളിലൂടെ ഒലിച്ചു വന്നിട്ടാണ്. സുബ്ഹാനല്ലാഹ്, ഇതിലപ്പുറം വലിയൊരു ദുരന്തം എന്താ? മനുഷ്യർ മാത്രമല്ല, ഈ കുഞ്ഞുങ്ങൾ മാത്രമല്ല, വളർത്തു മൃഗങ്ങള്, വന്യമൃഗങ്ങള്, അങ്ങനെ ഒട്ടനവധി വീടുകൾക്കകത്തുള്ള ഗ്യാസ് സിലിണ്ടറുകൾ, വീട്ടുപകരണങ്ങള്, അതൊക്കെ പുഴയാകെ നിറഞ്ഞൊഴുകുന്ന ഭീകരമായിട്ടുള്ള, ഭീതിതമായിട്ടുള്ള രംഗങ്ങളാണ് നമ്മൾ കണ്ടത്. വലിയ വൃക്ഷങ്ങൾ അതൊക്കെ പിഴുതെറിയപ്പെട്ട് ഒലിച്ചു വന്നതിൻ്റെ തൊലികളൊക്കെ പോയ നിലയിൽ നമ്മൾ കാണുകയാണ്. പടുകൂറ്റൻ പാറകൾ പിളർന്ന് ചെറിയ ചെറിയ പാറക്കഷ്ണങ്ങളായി ഒഴുകി വന്നിട്ട് അതാ പരന്ന് കിടക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ ഇനിയും നമ്മുടെ ചില സഹോദരങ്ങൾ മണ്ണിലാണ്, അവരെ കണ്ടെത്തിയിട്ടില്ല. ചില മൃതദേഹങ്ങൾ ആശുപത്രികളിലാണ്. ബന്ധുക്കൾ പലരും വന്നു നോക്കിയിട്ട് തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ, ബന്ധുക്കൾ ഇനിയും എത്തിപ്പെടാത്ത മൃതദേഹങ്ങൾ, അങ്ങനെ വിവരിച്ചാൽ അവസാനിക്കാത്ത രൂപത്തിൽ മഹാദുരന്തമായി മാറിയിട്ടുള്ള ഒന്നാണ് സംഭവിച്ചു പോയത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ. ആദ്യമായിട്ട് ഈ ലോകമെന്ന് പറയുന്നത് ഇവിടുത്തെ പരമാണു മുതൽ പടുകൂറ്റൻ ഗോളങ്ങൾ വരെ ഈ മഹാപ്രപഞ്ചം, ഈ ബൃഹത് പ്രപഞ്ചം, ഇതിൻ്റെ നിയന്ത്രണം മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. അഹങ്കാരം നമുക്ക് പാടില്ല. ഒന്നുമല്ല പ്രിയമുള്ളവരെ, ദുർബലരാണ്. അത് നമ്മൾ കഴിഞ്ഞയാഴ്ച പറയണ്ടായി. കർണാടകയിൽ ജോലിക്ക് പോയ ഒരു ലോറി ഡ്രൈവർ, 30 വയസ്സുള്ള കോഴിക്കോട് ജില്ലക്കാരനായിട്ടുള്ള അർജുൻ എന്ന് പറയുന്ന ആ യുവാവിൻ്റെ മൃതദേഹം തിരയാൻ വേണ്ടിയിട്ട് 10-13 ദിവസങ്ങൾ രാജ്യത്തിൻ്റെ സൈന്യം ഉൾപ്പെടെ, സന്നദ്ധ സേവനം ചെയ്യുന്ന വളണ്ടിയേഴ്സ് ഉൾപ്പെടെ, പോലീസും രക്ഷാപ്രവർത്തകരും അഗ്നിശമന സേനയുടെ ആളുകളും അങ്ങനെ അവരൊക്കെ തെരഞ്ഞു. ഏതാണ് യുഗം? ടെക്നോളജിയൊക്കെ വളർന്ന് വികാസം പ്രാപിച്ച് അതിൻ്റെ ഏറ്റവും പോസ്റ്റ് മോഡേൺ യുഗം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഖുലിഖൽ ഇൻസാനു ലഈഫാ, മനുഷ്യൻ ദുർബലനായ വിധത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. മനുഷ്യൻ്റെ അവസ്ഥ അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് മഹാനായിട്ടുള്ള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ലോകത്തിൻ്റെ നിയന്ത്രണം അത് റബ്ബുൽ ആലമീൻ്റെ കയ്യിലാണ്, അവൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് മാത്രമല്ല
ഇവിടെ ചില കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ വിധികൾ, നമ്മുടെ പ്ലാനുകൾ. നിങ്ങൾ നോക്കൂ, അവിടെ ഉറങ്ങാൻ കിടക്കുന്ന ആളുകൾ, ആ ആളുകളുടെ മനസ്സിൽ പല പ്ലാനുകൾ ഉണ്ടായിരിക്കാം. കാലത്ത് എഴുന്നേറ്റ് സ്കൂളിലേക്ക്, ഫാക്ടറിയിലേക്ക്, ജോലി സ്ഥലങ്ങളിലേക്ക്, അതുപോലെ കല്യാണത്തിന്, സൽക്കാരത്തിന്, ബന്ധുക്കളെ സന്ദർശിക്കുവാൻ, ഡോക്ടറെ കാണുവാൻ, മദ്രസയിലേക്ക്, സ്കൂളിലേക്ക് ഒക്കെ പോകാൻ വേണ്ടി പ്ലാനും പദ്ധതിയും ഇട്ട ആളുകൾ. പക്ഷേ അള്ളാഹുവിനൊരു വിധിയുണ്ട്. അതാണ് നമ്മൾ നമസ്കാര ശേഷം പറയുന്നത്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അതൊക്കെ എന്താ, നമ്മളൊന്നുമല്ല എന്നാണ് അതിൻ്റെ ഒരു ആശയം, അതിൽ നിന്ന് കിട്ടുന്നൊരു പാഠം. അല്ലാഹുവേ, നീ നൽകിയത് തടയാൻ ആരുമില്ല, നീ തടഞ്ഞത് നൽകാനും ആരുമില്ല എന്നുള്ളതാണ്. ഖാല അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായിട്ടുള്ള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ, വലിൽ മുഹൈമിനി ഫീ ഹാലത്തിനാ നളറുൻ വഫൗക തഖ്ദീരിനാ ലില്ലാഹി തഖ്ദീറു. അതായത് മുഹൈമിൻ, മേൽനോട്ടം വഹിക്കുന്ന ആ അതിശക്തനായ റബ്ബുൽ ഇസ്സത്ത് ഉണ്ടല്ലോ, ആ റബ്ബിന് നമ്മളെക്കുറിച്ചുള്ള അറിവ്, പൂർണ്ണമായിട്ടുള്ള അറിവും നോട്ടവും ഒക്കെയുണ്ട്. വഫൗക തഖ്ദീരിന, നമ്മൾ ചില കണക്കുകൾ കണക്കുകൂട്ടിയിട്ടുണ്ട്, പക്ഷേ ആ കണക്കുകൾക്ക് മീതെ ലില്ലാഹി തഖ്ദീറു, അള്ളാഹുവിന് ചില കണക്കുകളുണ്ട്. ആ കണക്കനുസരിച്ചാണ് ലോകത്ത് സംഭവ വികാസങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വരാൻ പോകുന്ന കാര്യം, ഭാവിയിലുള്ള കാര്യം, അടുത്ത നിമിഷത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, അദൃശ്യം, ഗൈബ്, അത് റബ്ബിന് മാത്രമേ അറിയൂ എന്നുള്ള അടിസ്ഥാന തത്വം നമ്മൾ അരക്കിട്ടുറപ്പിക്കണം. ഒരുപാട് ആളുകൾ മറഞ്ഞ കാര്യം പ്രവചിക്കുന്ന ആളുകളുണ്ട്. നാളെ, അടുത്ത വർഷം, അടുത്ത മാസം ഇന്നത് സംഭവിക്കും എന്ന് ബോർഡ് വെച്ച് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ. സഹോദരങ്ങളെ, അക്ഷരാർത്ഥത്തിൽ അത് റബ്ബിന് മാത്രമേ അറിയൂ എന്ന് നമ്മൾ വിശ്വസിക്കുക. അതാണ് ആലിമുൽ ഗൈബി വശ്ശഹാദ. വിശുദ്ധ ഖുർആൻ പറയുന്നത് അതാ, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ. അവനല്ലാതെ ആരാധനക്ക് അർഹനായിട്ട് മറ്റാരും തന്നെയില്ല. ആലിമുൽ ഗൈബ്, അദൃശ്യം അറിയുന്നവനാണ്. അദൃശ്യം മാത്രമല്ല, വശ്ശഹാദ, ദൃശ്യവും. ഈ ദൃശ്യം തന്നെ, നമ്മൾ കാണുന്നത് തന്നെ സസൂക്ഷ്മമായി നമുക്കറിയുമോ? റബ്ബിന് മാത്രമേ കൃത്യമായിട്ട്, സമ്പൂർണമായിട്ട് അതിനെക്കുറിച്ച് അറിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ലോകത്ത് പല പ്രതിഭാസങ്ങളും ഉണ്ടാകുകയാണ്. ഇങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങളും ഉരുൾപൊട്ടലും ദുരന്തങ്ങളും ഉണ്ടാകുകയാണ്. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നമ്മൾ അരക്കിട്ടുറപ്പിക്കേണ്ടുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്നത്, എല്ലാം അറിയുന്നവന് റബ്ബ് മാത്രമാണ് എന്നുള്ള ആ ഒരു വിശ്വാസപരമായ കാര്യം. അള്ളാഹുവിന് ചില നിശ്ചയങ്ങളുണ്ട്, വിധികളുണ്ട്. ആ വിധിയിലുള്ള വിശ്വാസം, അത് നമ്മുടെയൊക്കെ വിധികൾക്കപ്പുറമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മൾ നിസ്സാരന്മാരാണ് എന്നുള്ള കാര്യം. എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, മരണം എപ്പോഴും വരാം എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. അതാണല്ലോ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. ഭൂമിയിൽ എവിടെ വെച്ചാണ് മരണപ്പെടുക എന്ന് ഒരാൾക്കും അറിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അതൊക്കെ നന്നായി ചിന്തിക്കേണ്ടുന്ന ഒരു വചനമാണ് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ആളുകൾ ഇപ്പോൾ ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ടാകും. പക്ഷേ ഒരു കാരണം പറയാം, ഒരു കാരണം ഉറപ്പിക്കാം, കുറേയൊക്കെ മനുഷ്യൻ ഈ പ്രകൃതിയെ എല്ലാ പരിധിയും വിട്ട് ചൂഷണം ചെയ്യുകയാണ്. അപ്പോൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എന്ന് പറയുന്ന വൻകിട കെട്ടിടങ്ങൾ നിർമ്മിക്കരുത് എന്ന് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും കൂറ്റൻ ബംഗ്ലാവുകളൊക്കെ പടുത്തുയർത്തുക എന്നുള്ളത് അത് തെറ്റാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ, അതുപോലെ തന്നെ വലിയ കോറികൾ, പാറകൾ, ഇതൊക്കെ പൊട്ടിച്ച് പ്രകൃതിക്ക് നാശം വരുത്തുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനൊക്കെ ചില ഭരണകർത്താക്കളും അതുപോലെ തന്നെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമൊക്കെ പണം ലാക്കാക്കിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുകയാണ്. നമ്മൾ അത്തരം ആളുകളെ ഈ സന്ദർഭത്തിൽ ആക്ഷേപിക്കുകയല്ല, പക്ഷേ തെറ്റുകൾ തിരുത്തേണ്ടതുണ്ട്. ഇതിപ്പോൾ വയനാട്ടിൽ മാത്രമല്ല,
ഇപ്പോൾ സമീപ പ്രദേശമായിട്ടുള്ള ഇവിടെ ഒരു മലയുണ്ടല്ലോ, അപ്പോൾ ആ മലയെ സംബന്ധിച്ചൊക്കെ ചില ആശങ്കകൾ ചില ആളുകൾ പറയുന്നുണ്ട്. പടച്ച റബ്ബ് നമ്മളെ ആപത്തുനിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ ലോകം, ഈ ദുരന്തം പരീക്ഷണത്തിന്റെ ലോകമാണ് എന്ന് നമ്മൾ അറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുമെന്നാണ്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി. തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചത് കൂടിച്ചേർന്ന ഒരു ബീജ കണത്തിൽ നിന്നാകുന്നു. എന്തിനാണത്? നബ്തലിഹി, നാം അവനെ പരീക്ഷിക്കുന്നതാണ്. മനുഷ്യനെ പരീക്ഷിക്കും. ഇപ്പോൾ ഈ ദുരന്തത്തിൻ്റെ രംഗത്ത് യുക്തിവാദികളായ ദൈവനിരാസത്തിൻ്റെ ആളുകൾ അവര് വല്ലാതെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. ആരെയാ കളിയാക്കുന്നത്? മതവിശ്വാസികളെ, മതത്തെ, അള്ളാഹുവിനെ, ഖുർആനെയൊക്കെ കളിയാക്കുന്നുണ്ട്. അവര് വിചാരിക്കുന്നത് അവർ വലിയ ബുദ്ധിമാന്മാരാണ് എന്നുള്ളതാണ്. സത്യത്തിൽ ഒട്ടും ബുദ്ധിയില്ലാത്ത, ലോജിക്ക് ഒട്ടുമില്ലാത്ത ആളുകളാണ് അവർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഒരു കുട്ടി 3ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഒരു കുട്ടിയെന്നോ എഴുതിയിട്ടുള്ള ഒരു കുറിപ്പൊക്കെ വല്ലാതെ വൈറലാക്കിയിരിക്കുകയാണ്. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുരന്തം, ദൈവത്തിന് കരുണയില്ലേ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ വേദന എന്ന് പറയുന്നത്, അപ്പോൾ ആരും വേദനിക്കരുത്. മരണമാണല്ലോ ഏറ്റവും വലിയ വേദന. ഒരാൾ നമ്മുടെ കുടുംബത്തിൽ മരിച്ചു പോകുമ്പോൾ നമുക്ക് അത് താങ്ങാവുന്നതിലപ്പുറമായിരിക്കാം ചില ഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ മരണം വേണ്ടേ? ആരും മരിക്കാതെ ഈ ലോകത്ത് എല്ലാവരും എന്നെന്നും ജീവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഹോസ്പിറ്റലുകൾ അത് വേണ്ടേ? രോഗമുണ്ടാകാത്തൊരു സാഹചര്യമാണ് ഇവർ സ്വപ്നം കാണുന്നതെങ്കിൽ ഹോസ്പിറ്റൽ വേണ്ടേ? ഹോസ്പിറ്റൽ ഉണ്ടാവുകയില്ല, ഡോക്ടർമാരുണ്ടാവുകയില്ല, നഴ്സുമാരുണ്ടാവുകയില്ല. തൊഴിലാളികൾ അധ്വാനിക്കുന്നു, അവർ കഷ്ടപ്പെടുന്നു, അവർ വേദനിക്കുന്നു. അവരൊന്നും വേദന അനുഭവിക്കണ്ട എന്നുള്ളതാണ് തിയറി എങ്കിൽ ഇവിടെ ബിൽഡിങ്ങുകൾ വേണ്ട, കെട്ടിടങ്ങൾ വേണ്ട, വീടുകൾ വേണ്ട, പാലങ്ങൾ വേണ്ട, റോഡുകൾ വേണ്ട എന്നുള്ളതാണോ? അപ്പൊ അങ്ങനെയൊക്കെ എന്തുകൊണ്ടിങ്ങനെ മരണം സംഭവിക്കുന്നു എന്നൊക്കെ ചോദിച്ച്, ദൈവം കരുണയില്ലാത്തവനാണോ എന്നൊക്കെ ചോദിച്ച് ചില ഒറ്റനോട്ടത്തിൽ വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള ചില ചോദ്യങ്ങൾ ഉയർത്തിവിടാമെന്നുള്ളതല്ലാതെ അതൊക്കെ അങ്ങേറ്റം വിഡ്ഢിത്തരമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സഹോദരങ്ങളെ, അതിനൊക്കെയുള്ള ഉത്തരമെന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് അല്ലാഹുവാണ്. ഈ ലോകം സൃഷ്ടിച്ചത്, മരണം സൃഷ്ടിച്ചത്, ജീവിതം സൃഷ്ടിച്ചത് അത് പരീക്ഷണത്തിന് വേണ്ടിയാണ്. ഇത് പരീക്ഷണത്തിൻ്റെ ലോകമാണ്, പരീക്ഷ എഴുതാണ്. സത്യത്തിൽ നമ്മളൊക്കെ ആഖിറത്തെന്ന് പറയുന്ന ലോകത്തേക്ക് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷ ഒരു പ്രയാസമായിരിക്കാം. ഉറക്കം ഒഴിച്ച് പഠിച്ച് ത്യാഗം അനുഭവിക്കേണ്ടി വരും, എന്നാലേ പരീക്ഷയിൽ വിജയിക്കൂ. എന്നതുപോലെ പരലോകത്ത് വിജയിക്കണമെങ്കിൽ ചിലപ്പോൾ കഷ്ടപ്പാടുകൾ വരും, പ്രയാസങ്ങൾ വരും. അപ്പോൾ അല്ലാഹു തആല പറയാണ്, നബ്തലിഹി, നാം അവനെ പരീക്ഷിക്കും. വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. വിശുദ്ധ ഖുർആന്റെ 21-ാം അധ്യായം 35-ാം സൂക്തം. നിങ്ങളെ നാം തിന്മ കൊണ്ടും നന്മ കൊണ്ടും പരീക്ഷിക്കും എന്ന് മാത്രമല്ല, വഇലൈനാ തുർജഊൻ, നിങ്ങൾ നമ്മിലേക്കാണ് മടക്കപ്പെടുന്നത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അപ്പോൾ ഈ പരീക്ഷണത്തിൻ്റെ ലോകത്ത് നമ്മളൊക്കെ എന്ത് ചെയ്യണം? നമ്മളൊക്കെ സദാ ദൈവിക ചിന്ത, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, പരലോക ചിന്ത അതുണ്ടാകണം. പ്രാർത്ഥിക്കണം. ആപത്തിൽ പെടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച ആപത്തുകളിൽ നിന്നൊക്കെ നമ്മെ രക്ഷിക്കാനായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ കഴിഞ്ഞയാഴ്ച സൂചിപ്പിക്കുകയുണ്ടായി, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാ വ ദറകിൽ ശകാ വ സൂഇൽ ഖലാ വ ശമാതത്തിൽ അദാ. നാഥാ, വമ്പിച്ച പരീക്ഷണങ്ങൾ, പരീക്ഷണത്തിൻ്റെ കാഠിന്യത്തിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമേ, നിന്നോട് ഞാൻ അഭയം തേടുന്നു, രക്ഷ തേടുന്നു എന്നാണ്. ചീത്ത വിധിയിൽ നിന്ന്, അതാണ് വസൂഇൽ ഖലാ മിൻ ജഹദിൽ ബലാ, അതാ കഠിനമായ പരീക്ഷണം, സൂഇൽ ഖലാ, ചീത്ത വിധിയിൽ നിന്ന്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ രക്ഷ തേടണം. എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, ഈ സന്ദർഭത്തിൽ നമ്മൾ ഇപ്പോൾ കുറേ ആളുകൾ ബാക്കിയായിട്ടുണ്ടല്ലോ.
അതായത് ആ ആളുകളുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ട് മനസ്സിന് താങ്ങാൻ കഴിയാതെ ഒരു ഭ്രാന്തമായ അവസ്ഥ പലർക്കുമുണ്ട് എന്നുള്ളതാണ്. അവർക്കൊക്കെ കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റാവുന്ന ആളുകളെ പോലും ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമാത്രം മനസ്സ് പതറിപ്പോവുകയാണ്. അപ്പോൾ ആ ആളുകൾക്ക്, ഈ ദുരിതത്തിൽ അകപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു തആല അവർക്ക് ശരിയായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഒരു സന്തുലിതാവസ്ഥ അല്ലാഹു തആല അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ വിഷമങ്ങളെ ഈമാൻ കൊണ്ട് അതിജീവിക്കാനുള്ള ഒരു മനസ്സ്, ഈമാനിക കരുത്ത് അല്ലാഹു തആല അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മളൊക്കെ ഉറങ്ങാൻ കിടക്കുന്നു. ഉറങ്ങാൻ കിടന്നവരാണവർ. നമ്മൾ എന്ത് ചെയ്യണം? ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മര്യാദകളിൽ ചിലതെങ്കിലും നമ്മൾ ശീലമാക്കണം. പലപ്പോഴും ചൊല്ലല് നിരന്തരം എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ശീലമാക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 വചനങ്ങളുണ്ടല്ലോ, ആ 2 വചനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ആമന റസൂലു എന്ന് നമ്മൾ പറയാറില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയതാന മിൻ ആഖിരി സൂറത്തുൽ ബഖറ. ബഖറയുടെ അവസാന 2 വചനങ്ങൾ മൻ ഖറാഹുമാ ഫീ ലൈലത്തിൻ കഫതാ. സഹീഹുൽ ബുഖാരിയുടെ 4008 വചനമാണ്. ആരെങ്കിലും ആ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ അത് ഒരു രാത്രിയിലാണ് അവൻ പാരായണം ചെയ്യേണ്ടത്. അപ്പം മഗ്‌രിബായി കഴിഞ്ഞാൽ നമുക്ക് അത് പാരായണം ചെയ്യാവുന്നതാണ്. ഫീ ലൈലത്തിൻ എന്ന പരാമർശം. അപ്പോൾ അത് മതിയാവുന്നതാണെന്ന രാത്രിയുള്ള അള്ളാഹുവിൻ്റെ കാവല്. നീ ഒന്നും വേണ്ട പ്രിയമുള്ളവരെ, നമ്മുടെ അത് അർത്ഥക്കറിഞ്ഞ് വിശ്വാസത്തോടുകൂടെ ചൊല്ലണം. അപ്പൊ നമ്മളെന്താ, അതിൽ പാപമോചന പ്രാർത്ഥന ഉണ്ട്, പാപങ്ങൾ പുറത്തു തരാൻ. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. റബ്ബേ, ഞങ്ങൾക്ക് നീ പുറത്തു തരേണമേ, ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ എന്നാ, ഞങ്ങളെ മറന്നു പോയതിൻ്റെ പേരില്, അതുപോലെ അറിയാതൊക്കെ ചെയ്തിട്ടുള്ള തെറ്റുകളുടെ പേരില് ഞങ്ങളെ ശിക്ഷിക്കരുതേന്നാ. അതിൻ്റെ അവസാനത്തിൽ എന്താ? വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അപ്പൊ ആ ആയത്തുൽ ആമന റസൂലൊക്കെ എന്ത് ചെയ്യും? നമ്മൾ അർത്ഥം അറിഞ്ഞ് ബൈഹാർട്ടാക്കി പഠിക്കുന്ന വേണം. അതോടൊപ്പം തന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥന, അത് രാത്രി വിശ്വാസത്തോടു കൂടെ ചൊല്ലിയിട്ട് ഒരാൾ പ്രഭാതമാകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശികളിൽപ്പെട്ടവനാണെന്നുള്ളതാണ്. അപ്പം ആ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യുക? പഠിക്കുക. ഇൻഷാ അല്ലാഹ് അത് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റോ മറ്റൊക്കെ എടുത്തിട്ട് അത് മനഃപ്പാഠമാക്കാനൊക്കെ നമ്മൾ തയ്യാറാവണം. അതൊക്കെയാണ് ഈ ദുരന്തങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ അവസാനത്തെ 3 സൂറത്തുകളുണ്ടല്ലോ, കൈകൾ കൂട്ടിപ്പിടിച്ച് അതിലൂതി ഓതി ശരീരമാസകലം തടവും. അങ്ങനെ 3 തവണ ചെയ്യുന്ന, അങ്ങനെ അതൊക്കെ നമ്മൾ ശീലമാക്കുക. ഏറ്റവും ചെറിയ പ്രാർത്ഥന ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹ്യ എന്നുള്ള പ്രാർത്ഥന, അതെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ച് കിടക്കണം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമുള്ള പ്രാർത്ഥന, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് സഹോദരങ്ങളെ. അങ്ങനെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് വിനയത്തോടുകൂടെ അഹങ്കാരങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ഈമാനോടുകൂടെ ജീവിക്കുവാൻ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നല്ല വ്യക്തിത്വങ്ങളായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഈ ദുരന്തം അത് വലിയ ദുരന്തമാണെന്ന് പറയുകയുണ്ടായി. നമ്മുടെ ഈ ആദർശ ബന്ധുക്കളായിട്ടുള്ള സഹോദരങ്ങൾ അവിടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, യൂണിറ്റി എന്ന് പറയുന്ന നമ്മുടെ സഹോദരങ്ങൾ, അതിൻ്റെ നമ്മുടെ വളണ്ടിയർ വിങ്, അവിടെ മേപ്പാടിയിൽ അബ്ദുൽ കലാം കമ്മ്യൂണിറ്റി ഹാളെന്ന് പറയും. അവിടെയാണ് അധിക മയ്യത്തുകളും കൊണ്ടുവന്ന്, മയ്യത്തുകളൊക്കെ ചെളിയിൽ പുരണ്ട് അങ്ങനെയാണല്ലോ, ഉടുമുണ്ടിലൊക്കെ മയ്യത്ത് കെട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ മയ്യത്തിലൊക്കെ ചെളി കളഞ്ഞ് ശറഅ് പ്രകാരം അത് മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്യുന്ന ഭാഗത്ത് നമ്മുടെ യൂണിറ്റിയുടെ വളണ്ടിയർമാർ
പിന്നെ അവിടെ സേവനമനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ വരെ 157 മൃതശരീരങ്ങളാണ് നമ്മുടെ യൂണിറ്റിയുടെ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന വളണ്ടിയർമാർ വൃത്തിയാക്കിയത്. എന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ളതാണ് അതിനൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല, ഈ മയ്യത്തുകൾ കൊണ്ടുവരുന്ന ആംബുലൻസ് അതിനൊക്കെ വഴിയൊരുക്കുവാനും, അതുപോലെ പല ഭാഗത്തും നമ്മുടെ ആളുകൾ, പല സഹോദരങ്ങളും സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷേ അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഈ തൗഹീദ് നെഞ്ചേറ്റിയിട്ടുള്ള നമ്മുടെ ആദർശ ബന്ധുക്കൾ അവിടെ സേവനം ചെയ്യുന്നു എന്ന് പറയുന്നത് അത് നിസ്സാരമല്ല. അല്ലാഹു തആല അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ആയിരക്കണക്കിന് മനുഷ്യരാണ്, അവരുടെ മനസ്സുകളിലാണ് മുറിവേറ്റ് പ്രയാസപ്പെട്ട് കിടക്കുന്നത്. ഈ സമയത്ത് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അതോടൊപ്പം തന്നെ അവരെ സ്വാന്തനിപ്പിക്കണം, അവരെ സഹായിക്കണം. കേരളീയ സമൂഹം ഈ സന്ദർഭത്തിൽ വളരെ മാതൃകാപരമായിട്ടുള്ള സേവനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സന്ദർഭത്തിൽ നമ്മൾ അറിയേണ്ടത്, നമ്മളവരെ സഹായിക്കണം. നമ്മളവരെ സഹായിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പള്ളികളിലൊക്കെ ഒരു ബക്കറ്റ് പിരിവ്, അപ്പോൾ ആളുകൾ 2 രൂപയോ 5, 10, 50 ഒക്കെ ഇടും. അതൊന്നും പോരാ. നമ്മൾ എന്ത് ചെയ്യണം? അകമഴിഞ്ഞ് നല്ല മണം റബ്ബിനെ ഓർത്തുകൊണ്ട് ഇതിലേക്ക് സംഭാവന ചെയ്യുക തന്നെ വേണം. സഹോദരങ്ങളെ, എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ഹശ്റിലെ വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസ്വാസ എന്നുള്ള ഒരു വിശുദ്ധ വചനമുണ്ട്. ആ വചനം എന്ന് പറഞ്ഞാൽ സ്വന്തം പണത്തിനും ആ കാര്യങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടായിരിക്കെ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുക. ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീറുകളിൽ ചില സംഭവങ്ങൾ കാണാം. എന്താ നിങ്ങള്, യർമൂക്ക് യുദ്ധത്തില് മരണം കൺമുന്നിൽ കാണുകയാണ്, വിയോഗപ്പെടുകയാണ്. ആ സമയത്ത് ഒരിറ്റ് ദാഹജലം, ആ ദാഹജലം ആവശ്യപ്പെട്ട് വെള്ളം കൊണ്ടുവരുന്ന ഘട്ടത്തില് തൊട്ടപ്പുറത്തതാ മറ്റൊരു മനുഷ്യൻ വെള്ളത്തിന് വേണ്ടി അലമുറയിട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് കൊടുക്കൂ എന്ന് പറയാൻ നമ്മൾ ആലോചിക്കണം. വല്ലാത്ത ദാഹം വന്ന ആ സന്ദർഭത്തിൽ പോലും അങ്ങനെ ആ 3 ആളുകള് എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കൂ എന്ന് പറയാം. അങ്ങനെ അവിടേക്ക് എത്തിയപ്പോൾ, 3-ാമനിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം വിയോഗം പ്രാപിച്ചിരുന്നു. തിരിച്ചു വന്നപ്പോഴേക്കും ഇവരൊക്കെ വിയോഗം പ്രാപിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ മുൻഗാമികളുടെ സംഭവങ്ങൾ. വേറെയും സംഭവങ്ങൾ കാണാം. ഒരു അതിഥി വന്നപ്പോൾ വീട്ടുകാർക്ക് ഭക്ഷണമില്ല. അവരെന്ത് ചെയ്തു? രാത്രിയാണ്, വിളക്ക് ഊതിയിട്ട് അതിഥിക്ക് ഭക്ഷണം കൊടുക്കാൻ. അതൊക്കെ നമ്മൾ ആഴത്തിൽ ചിന്തിക്കണം. എത്രമാത്രം ഈമാനായിരുന്നു അവർക്ക്, എത്രമാത്രം വിശാലമായ ഹൃദയമായിരുന്നു അവർക്ക്. സഹോദരങ്ങളെ, നമ്മൾ സമ്പത്ത് കഴിയുന്നത്ര ഈ വിഷയത്തിൽ ചെലവഴിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെ മുമ്പ് പ്രളയമുണ്ടായപ്പോൾ ഒരു ലോറി നിറയെ അവശ്യ സാധനങ്ങൾ നിങ്ങൾ അങ്ങോട്ട് ദുരിത ഭാഗത്തേക്ക് അയച്ചിട്ടുള്ള നന്മയുള്ള ആളുകളാണ് നിങ്ങൾ. ആ നന്മ ഇനിയും തുടരണം, ഈ സന്ദർഭത്തിലും തുടരണം എന്നാണ് പറയാനുള്ളത്. നിങ്ങൾ നോക്കൂ, ചില ആളുകളൊക്കെ മക്കളുടെ കല്യാണങ്ങള് 3 കല്യാണങ്ങളൊക്കെ മാറ്റിവെച്ച് പിന്നെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനമെടുത്തു. നമുക്കറിയാം, ഒരു സ്വർണ്ണ വ്യാപാരി, അദ്ദേഹം ഇതിനു മുമ്പ് പല നന്മകളും ചെയ്തിട്ടുണ്ട്. അത്ഭുതപ്പെട്ടു. അദ്ദേഹം നമ്മുടെ മതക്കാരനൊന്നല്ല, പക്ഷേ 100 വീടുകൾ നിർമ്മിക്കാനുള്ള ഭൂമി അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മാത്രം 6 ആംബുലൻസുകൾ അവിടെ സേവനം അനുഷ്ഠിക്കുകയാണ്. നിങ്ങൾ എന്തു ചെയ്തു? അപ്പോ കേവലം 100 500 കൊടുക്കുക മാത്രം പോരാ, മറിച്ച് കഴിവിന്റെ പരമാവധി നല്ല തുക തന്നെ. ഈ ഒരു സംഭാവന എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മരിക്കുമ്പോഴും ഖബറിലും ആഖിറത്തിലും ഉപകരിക്കണം. മലക്കങ്ങട്ട് രേഖപ്പെടുത്തണം. നല്ല പൊരുത്തത്തോടുകൂടെ, തൃപ്തിയോടുകൂടെ നല്ലൊരു സംഖ്യ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന രൂപത്തിൽ അകമഴിഞ്ഞ് സഹായിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ പിരിവുണ്ട് ബക്കറ്റ്, അതിലേക്ക് ചെയ്യാവുന്ന ആളുകൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ, ഈ പള്ളിയുടെ ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളെ സമീപിക്കും, അല്ലെങ്കിൽ ഫോണിലൂടെ മറ്റു ബന്ധപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ബന്ധപ്പെടുക. എന്നിട്ട് കഴിവിന്റെ പരമാവധി നമ്മുടെ വലിയ സൽക്കാരങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ ഒന്ന് മാറ്റിവെച്ച്
ആയത്ത് ഇതിലേക്ക് കൊടുക്കുക, അത് പ്രത്യേകം ഉണർത്താൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. പ്രളയം എന്ന് പറയുന്നത്, ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഈ സന്ദർഭത്തിൽ നമ്മൾ സഹായിച്ചില്ലെങ്കിൽ എപ്പോഴാണ് സഹോദരങ്ങളെ നമ്മൾ സഹായിക്കുക? നമ്മളൊക്കെ എപ്പോഴാണ് പോകുക എന്ന് ആർക്കറിയാം? മഹാനായിട്ടുള്ള ഒരു അറബി സാഹിത്യകാരൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. അദ്ദേഹം ധരിച്ച ഷർട്ട്, ആ ഷർട്ടിന്റെ ബട്ടൺസ് ഇത് ഞാൻ ധരിച്ചതാണ്, ഇതാരാണ് അഴിക്കുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരുപക്ഷെ അടുത്ത നിമിഷത്തിൽ മരണപ്പെട്ടിട്ട് മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകളായിരിക്കും ഈ ബട്ടൺസ് അഴിക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരമാവധി നമ്മൾ ഈ സംരംഭത്തിലേക്ക് ഇവിടെ ഏൽപ്പിക്കുക. അത് ഉത്തരവാദപ്പെട്ട അർഹരായിട്ടുള്ള ആളുകൾക്ക് അത് അവരുടെ ദുരിതാശ്വാസം കിട്ടുന്ന വിധത്തിൽ പുനരധിവാസത്തിന് ഉപയോഗിക്കുമെന്നതിൽ സംശയം വേണ്ട. അല്ലാഹു തആല ആ രൂപത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുവാൻ നമുക്ക് സന്മനസ്സും ഈമാനും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, എല്ലാവിധ ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങൾ നിങ്ങൾ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗല്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين.